നമസ്കാരം. കുട്ടികളെ ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന ഈ വിഷയത്തെക്കുറിച്ച്, ആനുകാലിക പ്രസക്തിയുള്ള ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, പണ്ട് കാലങ്ങളിലൊക്കെ പരീക്ഷകൾ അടുക്കുമ്പോൾ കുട്ടികൾ രാത്രിയുടെ യാമങ്ങളിൽ അവരിരുന്ന് പഠിക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ വിദ്യാർത്ഥികൾ എക്സാം അടുക്കുമ്പോൾ അവർ ഐ ആം ഗോയിങ് ടു പബ്ലിക് എക്സാം എന്ന് പറഞ്ഞ് ഒരു വാട്സപ്പ് സ്റ്റാറ്റസും ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റാറ്റസൊക്കെ ഇട്ട് അവർ വളരെ കൂളായിട്ട് അവർ പഠനത്തെപ്പറ്റി ചിന്തിക്കുന്നേയില്ല. പഠനത്തിന് അവർ അധികമായ പ്രാധാന്യം കൊടുക്കുന്നില്ല. പഠിക്കുന്ന സമയത്തും അവർ മൊബൈൽ ഫോൺ എടുത്ത് നോക്കും, ഞാനിട്ട സ്റ്റാറ്റസിന് എത്ര ലൈക്ക് കിട്ടി, എത്ര റീച്ച് കിട്ടി എന്ന്. അതുമാത്രമല്ല, ഇന്നത്തെ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചെടി നട്ടുപിടിപ്പിക്കുകയോ മാതാപിതാക്കളോട് അടുത്തിരുന്ന് ഗ്രാൻഡ് പേരൻസിൻ്റെ കൈ പിടിച്ച് സംസാരിക്കുകയോ ഒന്നും ചെയ്യാൻ അവർക്ക് നേരമില്ല. ഇച്ചിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവരെന്ത് ചെയ്യുന്നു? ഓൺലൈനിൽ റീൽസ് ഇടുന്നു, ഓൺലൈൻ ഗെയിം കളിക്കുന്നു. കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യുന്നു, ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നു. ഇങ്ങനേതായ ഒരു ലോകത്തിലേക്ക്, അതായത് തല കുമ്പിട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ഞാൻ അവിടെ ഡിസിപ്ലിൻ ഡ്യൂട്ടി ചെയ്തപ്പോൾ ഒരു വിഭാഗം കുട്ടികൾ, ഹയർ സെക്കൻഡറി +2 പഠിക്കുന്ന കുട്ടികൾ ഇവിടെ അതിമനോഹരമായ ഡാൻസ് കളിക്കുന്നത് കാണാതെ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ തലമുറ ഇൻ്റർനെറ്റിന് എത്രമാത്രം അടിമപ്പെട്ടു എന്നുള്ള കാലിക പ്രസക്തിയുള്ള ഈ വിഷയത്തെപ്പറ്റി മാതാപിതാക്കളായ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എത്രമാത്രം അപകടം നിറഞ്ഞ ഒരു മേഖലയാണ് ഇൻ്റർനെറ്റിൻ്റെ കടന്നുവരവ് എന്ന്. അപരിചിതരായ ആളുകൾ ഫേസ്ബുക്കിൽ കൂടിയും ഇൻസ്റ്റാഗ്രാമിൽ കൂടിയും വാട്സപ്പിൽ കൂടിയുമൊക്കെ മോർഫ് ചെയ്ത് അതിമനോഹരമായ ഫോട്ടോകൾ വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നേരെ അവർ ചാറ്റ് ചെയ്യും. ഈ ഫോട്ടോ കണ്ട് നമ്മുടെ പാവം കുട്ടികൾ വീണു പോകും. അങ്ങനെ മാനസികമായി ചാറ്റ് ചെയ്ത് അടുപ്പമായി കഴിഞ്ഞ് ഇവർ പരസ്പരം കണ്ടുമുട്ടി കഴിയുമ്പോൾ അന്നേരമാണ് ഇവർ തിരിച്ചറിയുന്നത് താൻ കണ്ടെത്തിയ ആൾ ഒരു പ്രായം ചെന്ന ആൾ, അല്ലെ ഒരു വികലാംഗനായിരുന്നു എന്ന സത്യം തിരിച്ചറിയുന്നു. ഈ അടുത്ത് തന്നെ ഡൽഹിയിൽ ഒരു കാമുകനും കാമുകിയും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ചാറ്റ് ചെയ്ത് അവസാനം കാമുകൻ കാമുകിയെ കൊല്ലുന്ന അവസ്ഥയിലേക്കെത്തി. അപ്പോൾ ഈ ചതിക്കുഴികൾ വീണിരിക്കുന്ന ഈ ലോകത്ത് നിങ്ങളുടെ കുട്ടികളെ എത്രമാത്രം ഇൻ്റർനെറ്റ് സ്വാധീനിച്ചു എന്ന് നിങ്ങൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. പരസ്യങ്ങളുടെ ഒരു മായിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഇൻ്റർനെറ്റിൽ കൂടി കാണുന്ന പരസ്യങ്ങൾ കുഞ്ഞുങ്ങളെ അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് സ്വാധീനിച്ച് പറയുന്നതെന്തും ഓൺലൈനിൽ കൂടി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു വിഭാഗം മാതാപിതാക്കളാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ നിന്നും 1 GB ഡേറ്റ അതിന് എത്ര പൈസയാണ് എന്ന് കുഞ്ഞുങ്ങൾക്ക് കൃത്യമായി അറിയാം. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് 1 കിലോ തക്കാളിയുടെ പൈസ, അല്ലെങ്കിൽ വൈകുന്നേരം ചായ കുടിക്കുന്ന ഒരു പാക്കറ്റ് മിൽമ പാലിൻ്റെ വില എത്രയാണെന്ന് നമ്മുടെ കുട്ടികൾക്ക് എത്രമാത്രം അറിയാൻ സാധിക്കുന്നു. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പുതിയ തലമുറയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒത്തിരിയധികം ദൂഷ്യവശങ്ങൾ ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഞാൻ കുട്ടികളെയും കണ്ട് ഊട്ടിയിലേക്ക് ടൂർ പോയപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ അതിമനോഹരമായ ഊട്ടിയുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാതെ ആ കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോൺ നോക്കി ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് ഒത്തിരിയധികം വേദനയും സങ്കടവും തോന്നി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വായിക്കുന്നത് മൊബൈലിൽ, പഠിക്കുന്നത് മൊബൈലിൽ, യാത്ര ചെയ്യുന്ന മൊബൈലിൽ, ഉറങ്ങുന്നത് മൊബൈലിൽ, എന്ത് ചെയ്യുമ്പോഴും നമ്മളുടെ ഈ കൈ മൊബൈലിലാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സദസ്സിൽ എത്ര ആളുകൾ എന്നെ ശ്രവിക്കാതെ മൊബൈലിൽ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ യഥാർത്ഥ സൗന്ദര്യം, യഥാർത്ഥ ഭംഗി, ജീവിതത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുന്നുണ്ടോ? ഞാൻ നിശ്ചിതമായും പറയുന്നു, ഇൻ്റർനെറ്റ് ഒരു അനുഗ്രഹമല്ല, അതൊരു ശാപമായി തന്നെയാണ് പുതിയ തലമുറയെ കാണുന്നത്, വാർത്തെടുക്കുന്നത് എന്ന് മാത്രം ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി.